ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് തലശ്ശേരി ബീഫ് ദം ബിരിയാണിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുക്കറിലാട്ടാ മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പം മസാല ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഈ കുക്കറിൽ ഫസ്റ്റ് ഒന്ന് കാഷ്യൂം കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ കാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പൊ ഇതാ അത് വറുത്തിട്ട് നമുക്ക് അവിടെ മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഈ കുക്കറിൽ തന്നെ ഫസ്റ്റ് ഒന്ന് ഉള്ളി ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഉള്ളി ഫ്രൈ ആക്കാൻ ഇടുന്ന സമയത്ത് നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. ഞാനിപ്പോൾ ഒരു ഉള്ളിയാട്ടാ ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പൊ ഇതാ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ അടർത്തി തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഈ ഒരു രീതിയിൽ ഇത്ര ഫ്രൈ ആക്കി എടുത്താൽ മതിയാവും. അല്ലാണ്ട് വല്ലാണ്ട് അങ്ങ് ഫ്രൈ ആക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഈ ഒരു ഗോൾഡൻ ആ ഒരു കളർ ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിൽ കുറച്ചും കൂടി ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 നല്ല വലുപ്പമുള്ള ഉള്ളിയാട്ടാ ഞാൻ എടുത്തത്. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്നിച്ച് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് 12 അല്ലി വെളുത്തുള്ളി, 6 പച്ചമുളക്, ഒരു വലിയ പീസ് ഇഞ്ചി, അത്രയാട്ടാ ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്ത വെളുത്തുള്ളി നല്ല വലുപ്പമുള്ള വെളുത്തുള്ളിയാണ്. അപ്പൊ പച്ചമുളക് നിങ്ങൾ എരിവിന് അനുസരിച്ച് ചേർക്കാം. ഞാനിപ്പം 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തത്. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളി നമുക്ക് നല്ലോണം തന്നെ വാട്ടിയിട്ടെടുക്കാം. ഇതാ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ച ബീഫും കൂടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് ബിരിയാണി ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നെയ്യും എല്ലുള്ള ആ ഒരു പീസ് എടുക്കുമ്പോഴായിരിക്കും ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ, ആ ഒരു ബീഫ് വെച്ചിട്ട് മസാല ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാൻ നോക്കാം, അല്ലെങ്കിൽ ബോൺലെസ് അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാ ബീഫ് ഇട്ടിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു തക്കാളി ആട്ടോ എടുത്തിട്ടുള്ളൂ. തക്കാളി നല്ല വലുപ്പമുള്ളതായതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തക്കാളി ചെറുതാണെങ്കിൽ 2 എടുക്കാൻ വേണ്ടി നോക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 1/2 ലെമൺ പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ബീഫ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാൻ സാധാരണ ബീഫിന് 7 വിസിൽ അടുപ്പിക്കൽ. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ എങ്ങനെയാണ് ബീഫ് വേവിക്കലെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ചെയ്യാം. ഞാൻ സാധാരണ മസാലക്ക് വേണ്ടി ബീഫ് വേവിക്കുന്ന സമയത്ത് വെള്ളം ആഡ് ചെയ്യലില്ല. അപ്പോൾ നിങ്ങൾക്ക് അടിക്ക് പിടിച്ചോ എന്നുള്ള പേടി ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, എന്നിട്ട് പോലും ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇതിന് കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഒരു ബാലൻസ് ആയി വന്നോളും, കുറച്ച് വെള്ളം വറ്റിക്കോളും ആ ഒരു ചൂടിൽ നിന്നിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത് എങ്കിൽ, ഈ സമയത്ത് കുറേ വെള്ളം നിങ്ങളത് ഉണ്ട് എങ്കിൽ കുക്കർ തുറന്ന ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ആ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചിട്ടെടുക്കുക. അങ്ങനെ ഓവറായിട്ട് വറ്റിക്കൊന്നും വേണ്ട, ചെറുതായിട്ട് കുറേ വെള്ളം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇതാ പിന്നെ നമുക്ക് അതിലേക്ക് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച് ആ ഉള്ളിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഈ സമയത്ത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമായിട്ടും ചേർക്കണം, കാരണം ഈ ഒരു ഫ്രൈ ആക്കി എടുത്ത ആ ഉള്ളിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി മസാലയിൽ വരുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ അതെന്തായാലും ചേർക്കാം. അപ്പം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചോറൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ RKG കൂടി ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഇനി ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. മൂന്ന് ഏലക്കായ് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 കറാമ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു രീതിയിലുള്ള 2 പീസ് പട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ഉള്ളിൻ്റെ പകുതി നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബേ ലീഫ് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 2 ബേ ലീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എടുത്ത് വെച്ച 2 ബേ ലീഫ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെയും പോയി എടുക്കണ്ടേന്നുള്ള മടിക്ക് അതിപ്പം ചേർക്കുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ 2 ബേ ലീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ജീരകശാല റൈസ് വെച്ചിട്ടാണ്. നമ്മൾ നേരിയരി എന്നാണ് പൊതുവെ പറയൽ. അപ്പം എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജീരകശാല റൈസ് എന്ന് പറയുന്നത്. അപ്പം ജീരകശാല റൈസ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റൈസ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം, കാരണം ബസ്മതി റൈസ് എല്ലാം വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടേസ്റ്റ്, ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടൂല. അപ്പോൾ ഈ ഒരു റൈസ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇത് 3 ഗ്ലാസ് ജീരകശാല റൈസ് ഞാൻ കഴുകി ക്ലീൻ ആക്കിയിട്ട് വെള്ളം കളഞ്ഞിട്ട് എടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബേ ലീഫ് ഞാൻ ഈ ഒരു സമയത്താട്ടാ ചേർത്തത്. എന്നിട്ട് ഈ അരി ഒന്ന് നമുക്ക് വറുത്തിട്ടെടുക്കാം. ഞാൻ പിന്നെ ഈ അരിയിൽ പൊതുവെ ഉപ്പ് ചേർക്കലില്ല, വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്കാണ് ഉപ്പ് ചേർക്കൽ. അപ്പോൾ നിങ്ങൾ വെള്ളം തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് ചേർക്കുന്നില്ല എങ്കിൽ അരി വറുക്കുന്ന സമയത്ത് അരിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 ഗ്ലാസ് ജീരകശാല റൈസിന് ഞാൻ 4.5 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള ആ ഒരു കണക്കിന്. പിന്നെ ഞാൻ വെള്ളത്തിൽ ഉപ്പിട്ടുകൊണ്ടാണ് അരിയിലേക്ക് ഉപ്പിടാണ്ടുന്നത്. അപ്പോൾ നിങ്ങൾ വെള്ളത്തിൽ അങ്ങനെ ഉപ്പിടലില്ല എങ്കിൽ അരി വറുക്കുന്ന സമയത്ത് അതിന് കണക്കായിട്ടുള്ള ഉപ്പ് അരിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/2 ലെമൺ നമുക്ക് പിഴിഞ്ഞ് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോയിലിട്ടിട്ട് ചെയ്യാം, നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം. പിന്നെ ഹോൾസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോയിൽ വെച്ചൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. ദം ചെയ്യുന്ന സമയത്ത് ഈ റൈസ് വേവിച്ച ആ ഉടനെ തന്നെ ദം ചെയ്യാം. ആ ഒരു ചൂടോട് കൂടി തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പം ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ സെയിം പാത്രമായിട്ട് എടുത്തിട്ടുള്ള ആ ചോറ് ജസ്റ്റ് ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ സെയിം പാത്രമല്ല എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള നോൺ സ്റ്റിക്ക് ഏറ്റവും വലുപ്പമുള്ള ഇതാണ്. അപ്പോൾ ഞാൻ ഇതിലാണ് ദം ചെയ്യൽ സാധാരണ, അതുകൊണ്ടാണ് അങ്ങനെ ചോറ് മാറ്റിയിട്ട് അങ്ങനെ എടുത്തത്. അത് കഴുകിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ചോറ് മാറ്റിയിട്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ RKG ഫസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട്
നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ആ ബീഫിന്റെ മസാല ഈ ഒരു രീതിയിൽ നിരത്തിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ച കാഷ്യൂ, കിസ്മിസ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രൈ ആക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ച് ആ ഉള്ളി ഇതിന് മേലെ കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതേപോലെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ഇടുന്ന സമയത്ത് കൈ വെച്ചിട്ട് തന്നെ ഈ ഒരു രീതിയിൽ ഇടാം, കൂടിപ്പോവരുത്. കൈ വെച്ചിട്ട് തന്നെ ഇടാം. പിന്നെ കട്ട് ചെയ്തിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ RKG ഇതിന്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ചോറിന് പകുതി നമ്മൾ ആക്കി വെച്ച എത്രയാണെന്ന് വെച്ചാൽ അതിന്റെ നേർ പകുതി ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രൈ ആക്കി വെച്ച് ആ ഉള്ളി ഇട്ട് കൊടുക്കാം. കാഷ്യൂ, കിസ്മിസ് അതെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല പൊടി ഇതെല്ലാം കുറച്ച് ഒന്ന് കൈകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കൂടിപ്പോവും. ആ ഒരു രീതിയിൽ കൈകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ RKG ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആക്കി വെച്ച ആ ബാലൻസ് ഉള്ള ആ ചോറും കൂടി ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ ആ ഒരു രീതിയിൽ തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യാം. മല്ലിയില ഇട്ട് കൊടുക്കാം, ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം, RKG ഒഴിച്ചു കൊടുക്കാം, കുരുമുളക് പൊടി, ഗരം മസാല പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, കാഷ്യൂ, കിസ്മിസ് ഇതെല്ലാം ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് ദം ചെയ്തിട്ട് വരാം. ദം ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കാം. അപ്പം നമ്മളെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.